ഇതാരുടെ സാരിയാണെന്ന് അറിയോ? അറിയില്ല സാർ. അറിയില്ല? ഇതിനു മുമ്പ് ഇത് കണ്ടിട്ടേ ഇല്ല? ഇല്ല. ഇതോ? അറിയില്ല. അറിയില്ല. ഇത് കണ്ടിട്ടുണ്ടോ? ഇല്ല സാർ. ഇല്ല. ഇതും അറിയില്ല? ഇല്ല സാർ. മേല് മുഴുവൻ സെന്റ് അടിച്ച പോലീസായെന്ന് രക്ഷപ്പെടാന്ന് ആരാണ് നിന്നോട് പറഞ്ഞെന്ന്? അത് അധികം വെറുതെ അടിച്ച. ഇന്നെന്താ നീ പീടി തുറക്കാഞ്ഞേ? ഞാൻ ആ സ്ഥലം വരെ പോവായിരുന്നു. ഏത് സ്ഥലം? സാധനങ്ങൾ എടുക്കാൻ ടൗണിലേക്ക്. കൊന്നതിന് ശേഷം വെള്ളത്തിൽ കെട്ടിത്താത്ത നിന്നെ ആരാടാ സഹായിച്ച്? കൊന്നോ? ആര്? എന്താ എന്താ ഇത്? ആരോട് ചോദിച്ചിട്ട് അകത്തേക്ക് ഒരു ഉറുമ്പിനെ പോലും നോവിച്ചിട്ടില്ലാത്ത ഞങ്ങളുടെ മോനെ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? സാറേ, രാവിലെ കല്യാണം ഉറപ്പിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചതാ. ഇപ്പൊ ഈ കോലത്തിലാ ഞങ്ങള് കാണുന്നത്. എവിടെ പോവാന്നാ പറഞ്ഞേ? കല്യാണം ഉറപ്പിക്കാൻ. നീ എന്നോട് എവിടെ പോവാന്നായിരുന്നു നേരത്തെ പറഞ്ഞേ? നേര് പറയടാ. ടീച്ചറെ വന്ന് നീയല്ലേ? അയ്യോ, ഞാൻ അറിയാത്ത കാര്യമാണ് സാർ. സത്യം പറയുന്നത് നല്ലത്, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ പറയിക്കും. എന്റെ പൊന്ന് സാറേ, സ്വന്തം പറഞ്ഞോള് പറയാണെന്ന് കരുതണം. രോഗം വന്ന് പണ്ടവന്റെ കാല് മുറിക്കുന്ന സമയത്ത് ഞങ്ങൾ ആ ഡോക്ടറോട് പറഞ്ഞു, കാല് മുറിക്കല്ലേ, പകരം 3 കഴുത്ത് തരാന്ന്. അതുപോലെ ഇപ്പോഴും പറയാണ് എന്റെ പൊന്ന് സാറേ. ഞങ്ങൾ ഒരു തള്ള വീട്ടിൽ പോയാൻ കെട്ടി കിടക്കുക. ഇതൊന്നും ഇവിടെ പറയണ്ട, ഒന്ന് പോണം തള്ളേ. വരാനല്ലേ പറഞ്ഞു? ഇവിടെ ഒന്ന് ബഹളം വെക്കാതെ തള്ളേ. പുറത്തേക്ക് പോകാൻ. അപ്പൊ നീയല്ല കൊന്നത്? അല്ല സാർ. ആ, ഞങ്ങള് കണ്ടുപിടിച്ചോളാം. ഇപ്പൊ പോയിക്കോ, വിളിക്കുമ്പോഴൊക്കെ വന്നേക്കണം. സാർ. സ്റ്റേഷൻ അതിർത്തി വിട്ട് പോകരുത്. ശരി സാർ. ആ റൈറ്റർ എടുത്ത് ഒപ്പിട്ട് വെക്കോ. ഒഴിവായെന്ന് കരുതണ്ട. സാക്ഷാത് ദൈവത്തെ കാണുന്നത് പോലെയാ ഞങ്ങള് മുതലാളിയെ കാണുന്നത്. ദൈവത്തെ കണ്ടാ ദൈവം എന്തെങ്കിലും മറുപടി പറയാറുണ്ടോ തള്ളാരെ? പക്ഷേ ഞാൻ മറുപടി പറയാം. ഈ ചെക്കൻ എന്തിനായി വേണ്ടാത്ത പണിക്കൊക്കെ അയ്യോ, പോയത്? ഞങ്ങളുടെ കുട്ടി ഒരു തെറ്റും ചെയ്തില്ല. അത് വെറുതെ. പണ്ട് ഈ കുട്ടി ആ നഴ്സറി ടീച്ചറെയും കൊണ്ട് ഗുരുവായൂരൊക്കെ ചുറ്റിക്കറങ്ങിയത് നാട്ടിന് മുഴുവൻ പാട്ടായില്ലേ അമ്മായി? ഇല്ലേ അമ്മാമ്മേ? ചെറിയ തെറ്റല്ലേ പെങ്ങളെ? അന്ന് ഞങ്ങളെല്ലാരും അവന്റെ വേണ്ട വേണ്ട. മാനവും മര്യാദയ്ക്ക് നടക്കണ ആരെങ്കിലും പോലീസുകാർ കൊണ്ടുപോയിട്ട് ഉമ്മ വെക്കാറുണ്ടോ? ആട്ടെ, ഇതൊക്കെ പോട്ടെ. ഞാനിപ്പൊ എന്താ വേണ്ടേ? കാര്യപ്രാപ്തിയുള്ള ബന്ധുക്കളായിട്ട് ഞങ്ങൾക്ക് ആരുമില്ല. അവിടുന്ന് വേണ്ടത് ഉപദേശം തരണം. ഇത്രയും കാലം എന്റെ ഉപദേശം കേട്ടിട്ടല്ലല്ലോ നിങ്ങളുടെ കുട്ടി കഴിഞ്ഞത്. പെൺകുട്ടികളെ പഴപ്പിക്കാനും ശവം ചാക്കി കെട്ടി താത്താനും ഞാൻ പറഞ്ഞ. എന്റെ ഈശ്വര, എന്റെ കുട്ടി അതൊന്നും ചെയ്തിട്ടില്ല. അയ്യോ, അപ്പൊ കൊന്നത് ഇവനല്ലേ? അയ്യോ, ഞാൻ ആ ഹേമ ടീച്ചർ ശരിക്കും കണ്ടിട്ട് പോലുമില്ല മുതലാളി. ഏയ്, ശരിക്കും കാണാതെ എങ്ങനെയാ ആ ടീച്ചർ നിനക്ക് മിക്സി വാങ്ങി തന്നത്? മിക്സി? വിവരിക്കണ്ട. നിരപരാധിയാന്ന് വെച്ചാ പോലീസിനോട് കാമാന്നൊരു അക്ഷരം പറയണ്ട. കണക്കുണാന്ന് വല്ലതും പറഞ്ഞ അവര് ചിലപ്പോ നിന്റെ മറ്റേ കാലും കൂടി തല്ലുപിടിക്കും. ഒരു കാല് തന്നെ ഞാൻ വളരെ കഷ്ടപ്പെട്ടാ നിനക്ക് തന്നത്, മനസ്സിലായേ? മുതലാളി, നിങ്ങളുടെ കുട്ടി വളരെ നല്ലവനല്ല എന്ന് എനിക്കറിയാം. ഇങ്ങോട്ട് വന്ന വഴി ഓർമ്മയുണ്ടല്ലോ? നടക്കാൻ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടാ? ദേ, നിന്നോടാ ചോദിച്ചേ. ഇല്ല. എന്നാ പിന്നെ വന്ന വഴിക്ക് എന്നെ മടങ്ങിക്കോളൂ. ഇനി ഈ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട.
കുഴപ്പമില്ലെന്ന് പറഞ്ഞത് ശരിയാവൂ എന്റെ ഭഗവാനെ? അങ്ങനെ വല്ലതും ഉണ്ടായ നമുക്കെല്ലാവർക്കും കൂടെ കുറച്ച് വേഷം വാങ്ങി അങ്ങോട്ട് കഴിക്കാം. ആരുമില്ലേ ഇവിടെ? അല്ല, ഇത് ആരാ വന്നിരിക്കണേ? കയറിയിരിക്കും രാമൻകുട്ടിയാരെ. അവൻ എവിടെ? നാരായണൻകുട്ടി. ആ, ഇവിടെ ഒളിച്ചിരിക്കായിരുന്നോ? ഇവിടുന്ന് പുറപ്പെട്ടെങ്കിലും അങ്ങോട്ട് എത്താൻ കഴിഞ്ഞില്ല. അതൊന്നും ഇപ്പൊ വിസ്തരിക്കണ്ട, ഒക്കെ അറിഞ്ഞിട്ടാ വരുന്നത്. ഒരു കുറ്റവും ചെയ്യാത്ത ഞങ്ങളുടെ കുട്ടിയെ പോലീസ് നയന്റെ തന്റെ പിടിയുടെ മുമ്പിൽ വന്നത്. ആർക്കാ അതൊക്കെ അറിയാ രാമൻകുട്ടി നായരെ? കേസും ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല, അതാ സത്യം. സത്യാവസ്ഥയൊക്കെ നാട്ടുകാർ പറഞ്ഞറിഞ്ഞു. എന്ത് സത്യാവസ്ഥ? എന്ത് സത്യാവസ്ഥയാ നാട്ടുകാർ പറഞ്ഞത്? ഞാനത് എന്റെ നാവുകൊണ്ട് പറയണോ? കേൾക്കാൻ അത്ര സുഖം ഉണ്ടാവും അത്? ശ്രീദേവി എന്തെങ്കിലും പറഞ്ഞോ? ശ്രീദേവിയുടെ കാര്യങ്ങളൊന്നും നീ ഇനി അന്വേഷിക്കണ്ട. ആ മോഹങ്ങളൊക്കെ അവസാനിപ്പിച്ചെന്ന് പറയാനാ ഞാനിവിടെ വന്നത്. എന്താ രാമൻകുട്ടി നായരെ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവര് തമ്മിൽ ഇഷ്ടമാണെന്നല്ലേ പറയണത്? ഇഷ്ടോ? കൊലക്കുറ്റത്തിനുള്ള ശിക്ഷ എന്താണെന്ന് അറിയാമോ നിങ്ങക്ക്? ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരു ടീച്ചർ ഉണ്ടല്ലോ, എന്താ അവളുടെ പേര്? ഓ, എന്റെ നാവുമുണ്ട്. ആ, ശ്രീദേവി. അവളോട് അന്വേഷിച്ചാ? സംശയമുള്ള എല്ലാവരോടും അന്വേഷിച്ചു. കൊന്നയാളിന്റെ ഉദ്ദേശം വ്യക്തമല്ല. കൊന്നവന്റെ ഉദ്ദേശമൊക്കെ എനിക്കറിയാം. ആരുടെ ഉദ്ദേശം എന്നാ പറഞ്ഞേ? ഞാൻ അതൊന്നും പറയില്ല എന്റെ സർക്കിൾ ഇൻസ്പെക്ടറെ. സർക്കിൾ ആയിട്ടില്ല, സബ് ഇൻസ്പെക്ടറാണ്. ആയിക്കോട്ടെ, ചട്ടത് നമുക്ക് വേണ്ടപ്പെട്ട കുട്ടി. കൊന്നവനോ അതും നമുക്ക് വേണ്ടപ്പെട്ടവൻ. അവന് കൃത്രിമ കാല് വെച്ചു കൊടുത്തതും കട വെച്ചു കൊടുത്തതും ഒക്കെ ഞാനാ. അവൻ എന്തിനായിരിക്കും ഹേമയെ കൊന്നത്? അത് അവനോട് ചോദിച്ചാലല്ലേ അറിയൂ. ഞാനൊന്നും പറയില്ല. എന്റെ എന്ത് ഇൻസ്പെക്ടർ പറഞ്ഞേ? ആ, സബ് ഇൻസ്പെക്ടർ. ഞങ്ങൾക്കും സംശയം അവനെ തന്നെയാ. പണ്ട് ഇവനാ ഹേമയുടെ കൂടെ ഗുരുവായൂർക്ക് ഒരു ട്രിപ്പ് അടിച്ചു, ഒരവിഹിത യാത്ര. പിന്നെ കേട്ടു മറ്റേ ടീച്ചറായിട്ട് പ്രേമാണെന്നോ, ആ ടീച്ചർ ഇവനൊരു മിക്സി കൊടുത്തുന്നോ, മിക്സി അടിച്ചു എന്നോ. ഇവന് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ? അതൊക്കെ പോട്ടെ, നിങ്ങളൊരു കാര്യം ചെയ്യും. അവനെയും ആ ചാവാത്ത ടീച്ചറെയും കൂടി ഒരു പിടിപിടിച്ച സംഗതിയൊക്കെ വിളിച്ചത് വരും.